അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ തന്നെ ചെറിയെന്ന് വിട്ടു, അവിടെ നിന്ന് തെറിച്ചു. ഇനി നേരെ തോഷിലേക്ക് ഉണ്ടോ. അപ്പോൾ നമ്മൾ മണിയേരിന് വന്നിട്ട് മണിയേരിന് നേരെ കയറി പോവാണ്. നമ്മുടെ കൂടെ ഒരു 7 പിള്ളേരും കൂടി ഉണ്ട്. യുവമാരെടുത്തിട്ടാണ് നമ്മൾ തോഷി പോകണം. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, ഈ നോവന്നെ ഞങ്ങൾ എടുത്തു. ബാഗ് പാക്ക് ചെയ്തിട്ട് തെറിക്കാനുള്ള പരിപാടിക്ക് ഇങ്ങനെ നിൽക്കണം. റോഡൊക്കെ അത്യാവശ്യം സീനാട്ടോ, അത്യാവശ്യം സീൻ തന്നെയാണ്. പിള്ളേരൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മ അങ്ങനെ ഏറ്റവും അവസാനം തോഷ് വില്ലേജിൽ എത്തിയിട്ടോ. ഇവിടെ നിങ്ങളുടെ തോഷിന്റെ വിശേഷമായിരിക്കും. റൂമാരുണ്ട് നമ്മുടെ കൂടെ, അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും തോഷി പറയാം. നമ്മൾ തോഷിൻ്റെ ഉള്ളിലൂടെ നോക്കാം. അതൊക്കെ അടിപൊളിയായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പാതി തോഷിൻ്റെ ട്രക്കിങ്ങിൽ വെച്ച് കിട്ടിയ ഒരു വ്യൂ ആണ് ഇത്. പിള്ളേരൊക്കെ ചെറുതായിട്ട് ക്ഷീണിച്ചു, അതുകൊണ്ട് തന്നെ നമ്മൾ നൈസായിട്ടൊരു റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ മേളിലേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്ത് കയറുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വ്യൂ സ്പോട്ടും കൂടി കിട്ടിയപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കവറപ്പ് ചെയ്തു. തോഷ് എക്സ്ട്രാ ഓർഡിനറി ഉണ്ടോ, എക്സ്ട്രാ ഓർഡിനറി പീസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത്ര കാമൻ ക്വൈറ്റ് ആയിട്ടുള്ളൊരു അടിപൊളി വില്ലേജാണ് തോഷ്. അത്യാവശ്യം അങ്ങേപ്പുറത്തെ മലയിലൊക്കെ സ്നോ അടിച്ച് കിടക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിരിക്കുന്നു. അങ്ങനെ തോഷ് വന്നു. തോഷ് നമ്മൾ സ്റ്റേ ഒക്കെ എടുത്തു. ഈ ബൈക്കുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങാൻ വന്നു. കുറച്ചേറെ റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ നിയർ ബൈ ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടെ ഇതാ റൂമിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ. നമ്മളതിൽ നല്ലൊരു വ്യൂ ഉള്ള റൂം നോക്കിയെടുത്ത് ഈ പ്രോപ്പർട്ടിയിൽ തന്നെ നമുക്ക് ഇവിടുത്തെ തോഷിലെ ഡാമും കൂടി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നൈസായിട്ട് ഇങ്ങനെ തോഷിൻ്റെ വിജന വീതികളിലൂടെ ചെറിയൊരു ട്രക്കിങ്ങൊക്കെ അടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നൈസായിട്ട് ദോഷമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അവിടെ ബാക്കിലായിട്ട് കിട്ടിയ വ്യൂ ഉണ്ട്. ഈവനിങ് ഒരു 4 മണിയായി, ഏകദേശം സൺസെറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തോഷിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. അടിപൊളി വേയാണ്. ചെറിയൊരു കുഞ്ഞ പാത്ത് വേയാണെങ്കിലും നല്ല രസമുണ്ടോ ഇങ്ങനെ കയറി പോകാൻ. ഈ വഴി ഇങ്ങനെ സ്ട്രെയിറ്റ് പോകുന്നത് കുട്ടള വില്ലേജ് വരെയാണ്. ഇന്ന് നമുക്ക് കുട്ടളയിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ മാക്സിമം വാട്ടർഫോൾ കവറപ്പ് ചെയ്ത് തിരിച്ചു വരും കേട്ടോ. അടിപൊളിയല്ലേ, ഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ മൗണ്ടൈൻസ്. അങ്ങനെ അതിരാവിലെ ഞങ്ങൾ എണീറ്റു. രാവിലെ തോഷി എന്നുള്ള വ്യൂ ഉണ്ടോ, ആ സെയിം വ്യൂ തന്നെ ഇന്ന് സണ്ണൊക്കെ കുറവാണ്, ആകാശമൊക്കെ ചെറുതായിട്ട് കലങ്ങിയിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നൊരു ഹോട്ടലിലുണ്ടോ, ഒരു അടിപൊളി കന്നം വ്യൂ ഉണ്ട് ഇതിൻ്റെ. നമ്മൾ ഇന്നലെ ദിവസം എന്താണ് നമ്മൾ ഇന്നലെ തന്നെ കുട്ടള വഴിക്കാൻ ഒരു ചെറിയ ട്രക്കിംഗ് ഒക്കെ എടുത്തു. നമുക്ക് റിവർ സൈഡ് കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ഇരുന്നു കേട്ടോ. വാട്ടർഫോളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ ബ്രൗണിയും കൂടി എക്സ്പ്ലോർ ചെയ്തു. കൊള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നൈറ്റത്തെ വേറെ വിഷ്വൽസ് ഒന്നും അതിനകത്തില്ല. ഓക്കെ.